എണ്ണി എണ്ണി സ്തുതിച്ചിടുവാൻ നന്മകൾ തന്നതിനാൽ. എണ്ണി എണ്ണി സ്തുതിച്ചിടുവാൻ നന്മകൾ തന്നതിനാൽ. ദൈവമേ നിൻ വൻ കൃപകളെ ഓർത്ത് നിത്യം സ്തുതിച്ചിടുമേ. ദൈവമേ നിൻ വൻ കൃപകളെ ഓർത്ത് നിത്യം സ്തുതിച്ചിടുമേ. സ്തുതിക്കൂ യോഗ്യൻ, സ്തുതിക്കൂ യോഗ്യൻ, യേശുവേ നീ എന്നും സ്തുതിക്കൂ യോഗ്യൻ. സ്തുതിക്കൂ യോഗ്യൻ, സ്തുതിക്കൂ യോഗ്യൻ, യേശുവേ നീ എന്നും സ്തുതിക്കൂ യോഗ്യൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് കർത്തദന ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതം ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകി. പ്രഭാതത്തിൽ ജീവനുള്ള ദേഹിയായി ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ കർത്താവിന് സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തെങ്കിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനുള്ള അനുഗ്രഹീതമായ ഒരു സാവകാശം ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തന്നിരിക്കുകയാണ്. 5-ാം സങ്കീർത്തനം ഒരു പ്രഭാത സങ്കീർത്തനമാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഭക്തൻ പറയുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രഭാതവും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഭക്തനുമാണ്. ഞാൻ ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് ഇവിടെ സംഗീതക്കാരൻ പറയുമ്പോൾ ഒരു യാഗത്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ് താൻ അർത്ഥമാക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ അവനൊരു ഒരുക്കപ്പെട്ട യാഗവുമായിട്ടാണ് ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് നാം ഇന്ന് ഒരുമിച്ച് കൂടുകയാണ്. എന്നാൽ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കുമ്പോൾ ഭക്തൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ നാം കുറിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഞാനോ കർത്താവിനെ ആരാധിക്കും എന്ന് തൻ്റെ ജീവിതത്തിൽ താൻ പറയുകയാണ്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തലൂടെയാണ് ആരാധന എന്ന് പറയുന്നത്. ഒരിക്കലും പരപ്രേരണ കൂടാതെ സ്വന്തം ഹൃദയത്തിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ് ഓരോ ഭക്തന്റെ ജീവിതത്തിലും അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്. നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുക, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് ഞാൻ ഓർക്കും. 75-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓരോ ഭക്തന്റെ ജീവിതത്തിലും ദൈവം ഭാഗ്യം അത് വർണ്ണിക്കുവാൻ കൊണ്ടും കഴിയുക എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. 2 പ്രധാന കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നക്കൊണ്ടും കഴിയുന്നു. അതിൽ ഒന്നാമത് ദൈവം എനിക്ക് ആരാണ് എന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കും എന്ന് ഓർപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹീതമായ കാര്യം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആരായി തീർന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുന്നത്, കാൺമീൻ ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം സ്വർഗീയ പിതാവിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. മുമ്പേ പിശാചെന്ന പിതാവിന്റെ മക്കളായിരുന്ന നമ്മെ
നമ്മുടെ കർത്താവിന്റെ അളവറ്റ കൃപയാൽ അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ മക്കളാക്കി തീർത്തു എന്നുള്ളതാണ്. എഫേസ്യരിൽ നാം വായിക്കുന്ന സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മുടെ കർത്താവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നവരാണ് സ്വർഗീയ പിതാവ്. സ്വർഗത്തിൽ നമുക്ക് അത് നഷ്ടമായി തീർന്ന സകലവും നമുക്ക് പുത്രനിൽ കൂടി മടക്കി തന്ന് നമ്മെ കർത്താവ് സ്നേഹിക്കുവാൻ നമ്മളിടയായി തീർന്നു. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ യോനാഥാന്റെ മകനായിരിക്കുന്ന മെഫീബോശെത്ത് ദാവീദിന് മുമ്പാകെ അതേ അടുത്ത് കടന്നു വന്ന് ദാവീദിനോടൊപ്പം മേശയെങ്കിൽ നിന്ന് ഭക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മെഫീബോശെത്ത് പറയുന്നത്, ചത്ത നായ്ക്ക് തുല്യനായിരിക്കുന്ന അടിയനോട് കരുണ തോന്നുവാൻ ഞാൻ എന്തുള്ളൂ. നമുക്കറിയാം, മെഫീബോശെത്തിന് ഒരിക്കലും ദാവീദിന്റെ അടുക്കൽ ഒരുമിച്ച് ആ പന്തിഭോജനത്തിൽ ഇരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. പക്ഷേ ദാവീദ് മെഫീബോശെത്തിനോട് കരുണ കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ അയോഗ്യരായിരുന്ന നമ്മോട് നമ്മുടെ ദൈവം കരുണ കാണിക്കുവാൻ നമ്മുടെ ആയിത്തീർന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അയോഗ്യതകളെ കണക്കിടാതെ ദൈവം നമ്മെ സ്നേഹിച്ച തന്റെ മഹാസ്നേഹം എത്രയോ വലുതാണ്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവത്തിന്റെ അകലപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ആണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഇവിടെ ദാവീദ് പറയുന്നു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ഇവിടെ മറ്റൊരു പ്രത്യേക പദം നമുക്ക് കാണുന്ന കഴിയുന്നുണ്ട്. ദൈവം എന്നോട് കൃപ കാണിക്കുവാൻ നമ്മിടയായി തീർന്നു. ദൈവം എന്നോട് കൃപ കാണിച്ചു. നാം ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് ആരായി തീർന്നു എന്ന് നാം ചിന്തിച്ചു. 2, ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനോ കർത്താവിനെ ആരാധിക്കുമെന്ന് പറയുമ്പോൾ ഈ ദൈവം എന്നോട് എന്താണ് ചെയ്തത്? ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു, തന്റെ കൃപയുടെ ബഹുത്വത്താൽ എന്ന് നാം കാണാൻ കഴിയുന്നു. നമ്മോട് ദൈവം അളവറ്റ കൃപ ദൈവം നമ്മോട് കാണിച്ചു. നമുക്കറിയാം, ദൈവകൃപയുടെ വലിയൊരു വെളിപ്പെടുത്തലാണ് കാൽവരി ക്രൂശിൽ നാം കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽ നാം നമ്മുടെ കർത്താവിനെ അവന്റെ മേശ വെച്ച് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവകൃപയുടെ വെളിപ്പെടുത്തൽ നമുക്ക് വളരെ അത് ചിന്തിക്കുവാൻ കഴിയും. നാം പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുവാൻ ഇടയായിത്തീർന്നത് അതേ മഹാസ്നേഹം തന്നെയാണ്. മാത്രമല്ല, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ തന്റെ ജീവനെ മറുവിലയായി നൽകിക്കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുവാൻ നമ്മുടെ ആയിത്തീർന്നത്. ഒരിക്കലും അത് നമ്മെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തനം അതാണല്ലോ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്റേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. പിന്നെ വീണ്ടെടുപ്പിന്റെ വിലയേറിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ദൈവം തന്റെ കൃപ നമ്മോട് കാണിക്കുവാൻ നമ്മുടെ ആയിത്തീർന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കൃപയുടെ ബഹുത്വത്താൽ എന്ന. അതിന്റെ 10-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അതിക്രമങ്ങളുടെ ബഹുത്വം എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച് നമ്മുടെ അതിക്രമങ്ങളെ കണക്കിടാതെ ദൈവം തന്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. കാൽവറിയുടെ ഉന്നതങ്ങളിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ നമ്മുടെ ആയിത്തീർന്നു. തന്റെ ശരീരമാസകലും അടികളാൽ മുറിവേൽക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി കള്ളന്മാരുടെ നടുവിൽ ഒരു ഹീനഭാവിയെ പോലെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തന്റെ ജീവനെ മറുവിലയായി നൽകി നമുക്ക് നിത്യമായ ജീവനെ കർത്താവ് നൽകി തരുവാൻ നമ്മുടെ ആയിത്തീർന്നു. മാത്രമല്ല, ഇന്ന് നാം കർത്താവിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നുവല്ലോ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഭക്തിയോടുകൂടെ കർത്താവിന്റെ സ്ഥലത്തേക്ക് കടന്നുകയെല്ലാം ദൈവമേ, എനിക്ക് അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും നമ്മുടെ കർത്താവിന് അർപ്പിപ്പാൻ ഈ പ്രഭാത ചിന്തയാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ.